മത്തായി 11:25 യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആ വാക്കേതാണ്? വെളിപ്പെടുത്തി. കണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബൈബിളിലെ. വെളിപാട്, റെവലേഷൻ, വെളിപ്പെടുത്തി. മനസ്സിലായി? ഇത് മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന ഒരു അറിവല്ല, ഇത് വെളിപ്പെടുത്തപ്പെടണം, ഇത് റിവീൽ ചെയ്യപ്പെടണം. അതായത് നമ്മൾ ബൈബിളിൽ ഒരു പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഷ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രഹണശേഷി ഉണ്ടെങ്കിൽ, വായിക്കുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും, എന്നാൽ ആത്മാവിലാവില്ല. മനസ്സിലാവും, ആത്മാവിലാവില്ല. ആത്മാവിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ആത്മാവിന് വെളിപ്പെടുത്തി തരണം. മനസ്സിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു യാത്ര. ആ യാത്രയാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നതും നമ്മിൽ സംഭവിക്കേണ്ടതും. അതായത് വായിക്കുന്നത് ആത്മാവിൽ പ്രകാശിപ്പിക്കപ്പെടണം, ആത്മാവിൽ അത് തുറക്കപ്പെടണം. ഓരോ വചനം വായിക്കുമ്പോഴും ആത്മാവിൽ വെളിച്ചമായിട്ട് മാറണം. അത് മാറാൻ ഭൂമിയിലെ ഒരു സിസ്റ്റവും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ആത്മാവിൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്? അത് പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്തു തരാൻ പറ്റൂ. അതിന് തലകുത്തി മറിയേണ്ട ഒരു കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ചോദിച്ചാ മതി. എന്റെ കർത്താവേ, എനിക്കിതൊന്ന് മനസ്സിലാക്കി തരണേ എന്ന് നമ്മൾ ഭാഷയുടെ പരിമിതി കൊണ്ട് പറയുകയാണ്. എനിക്കിതൊന്ന് ആത്മാവിലാക്കി തരണേ. അങ്ങനെ ഒരു വാക്കില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാക്കി തരണേ, എനിക്കിത് ഗ്രഹിക്കാൻ, എന്റെ ആത്മാവിൽ ഇത് ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണം. അത് വെളിപാടാണ്.